പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട്ടേക്കാണ് പോകുന്നത്. പാവം കൊച്ചു കുട്ടികളെ, ക്രിസ്മസ് കരോളിനിറങ്ങിയ പാവം കൊച്ചു കുട്ടികളെ ആക്രമിച്ച പാലക്കാട്ടിൽ RSSകാരാണെന്ന് പറയുന്നുണ്ട്. ന്യൂസുകൾ പല രീതിയിൽ പറയുന്നുണ്ട്. കരോളിനിറങ്ങിയ കൊച്ചുകുട്ടികൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത്? പണ്ട് നമ്മുടെ നാട്ടിലായാലും ഏത് നാട്ടിലായാലും ജാതി ഭേദമന്യേ എല്ലാവരും കയറി പോകുന്ന ഒരു സംഭവമാണ് കരോൾ. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഒരു വേർതിരിവില്ല. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോയി ക്ലബ്ബുകൾ മറ്റും പോയിട്ട് ചെയ്യുന്ന നമ്മുടെ കരോൾ. ആ കരോളിലേക്ക് എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്നോ അതോ കരോളിനിറങ്ങിയ കുട്ടികൾക്ക് നേരെയാണ് ഇങ്ങനൊരു അതിഭയങ്കരമായ ഒരു അറ്റാക്ക് നടന്നത്. അറ്റാക്ക് നടത്തിയത് RSSകാരാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ന്യൂസിന് RSS BJP എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വർഗീയത അടിച്ചു കയറ്റുന്ന ഈ ഒരു പ്രക്രിയ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏത് രീതിയിലാണ്, എങ്ങനെ പോകാം ഒന്നും അറിയില്ല. എന്താണ്, എങ്ങോട്ടാണ് ഈ പോകുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റുകളായിട്ട് ചെയ്തു. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ചേക്കുക. ആ ഒരു വോട്ട് നമുക്ക് രേഖപ്പെടുത്തുക. തക്കതായ ശിക്ഷ അവർക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്നും നമുക്കറിയാം. എന്തായാലും നാട്ടുകാർ മൊത്തവും വീട്ടുകാർ മൊത്തവും കൂട്ടുകാർ മൊത്തവും എല്ലാവരും കുട്ടികൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു പാർട്ടിക്കാർ എന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരേ ഒരു പാർട്ടിക്കാർ പ്രതിക്കൊപ്പമാണ്. പ്രതി കുറ്റം ചെയ്തിട്ടില്ല, ഇരയാണ് കുറ്റം ചെയ്തേക്കുന്നത്. ഇരയാണ്, പിള്ളേരാണ് കുറ്റം ചെയ്തേക്കുന്നത്. മദ്യപിച്ചിട്ട് മറ്റും ചെയ്തേക്കുന്നത് കൊച്ചു കുട്ടികളാണ്, അവരെയാണ് ആക്രമിച്ചേക്കുന്നത്. എന്നിട്ടും ന്യായീകരണം എല്ലാം. എന്താ ഇതിന് പറയാനുള്ളത്? ഇങ്ങനെ പോയാൽ ഭാവിയുടെ കാര്യം പറയേണ്ടതില്ല. ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ അടിയുണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഇനി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റുകളായിട്ട് അടിച്ച് വിട്ടേക്കുക. ലൈക്ക് അടിക്കാനും മറക്കണ്ട. നടന്നത് അതുപോലെ തന്നെ കൂട്ടക്കൊല നടന്നു, അത് നമ്മൾ കണ്ടതാണ്. കൂട്ടക്കൊല മദ്യപിച്ചെന്നല്ല, കള്ളൻ എന്ന രീതിയിൽ അടിച്ചു പോകുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വീണ്ടും കാണാം, അത് നമുക്ക് വേറെ കാണാം. എന്തായാലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ന്യൂസുകൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരുടെ വശത്തോട്ടും ഏത് വശത്തോട്ടൊക്കെയാണെന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂസാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിട്ടാൽ നിൽക്കുന്നു. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിച്ച് തകർത്തേക്കുക. കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് കമൻറ്റ് ബോക്സ് ഇട്ടേക്കുന്നത്. കമൻറ്റ് ബോക്സിനകത്ത് വ്യക്തമായിട്ട് അറിയാം, കമൻറ്റ് ബോക്സിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ആരുടെ കൊടും ചതിയാണ്, ആരുടെ പ്ലാനാണ്, ആരുടെ മെയിൻ കാര്യമാണ്. നമ്മുടെ ചാനൽ മൊത്തം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളത്. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇതിനകത്ത് വലുത്, നിങ്ങളുടെ ലൈക്കുകളാണ് ഇതിനകത്ത് വലുത്. നിങ്ങളുടെ ലൈക്കുകൾ നിങ്ങൾ ഓരോ വോട്ടുകളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ വോട്ടിനും ഓരോ ലൈക്ക്. അതാണ് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. രാഷ്ട്രീയങ്ങൾ, ഏത് വശം, ഏത് ആൾ, ഏത് പാർട്ടിക്കാർ ഒന്നും നമുക്കൊരു വിഷയമല്ല. എല്ലാ പാർട്ടിയുടെയും തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും മറ്റൊരു പാർട്ടിയുടെ പരിപാടിയുമായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടാമത്തെ വശമുണ്ട്. ആ രണ്ടാമത്തെ വശവും നമ്മൾ നോക്കണം. കുട്ടികൾ തമ്മിലുള്ള അടിയാണെങ്കിൽ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും, കുട്ടികളാണ് വല്ലതും പല രീതിയിൽ പറയും. അങ്ങനെ പല രീതിയിൽ പറഞ്ഞ് കുട്ടികൾ തമ്മിലുള്ള അടി വലിയൊരു സംഘർഷത്തിലേക്ക് മാറി. ആ വലിയ സംഘർഷത്തിൽ നിന്നും അത് രാഷ്ട്രീയമായി മാറി. രാഷ്ട്രീയങ്ങൾ തമ്മിൽ അടിയായി, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിയായി. അങ്ങനെയും വരാം. അതും ഒരു പോയിൻ്റാണ്. കൊച്ചുകുട്ടികളാണ്, അവർ പല രീതിയിൽ പല കോമാളിത്തരങ്ങൾ, പല രീതിയിൽ തെറി വിളിക്കാവുന്നതാകാം, കളിയാക്കലുകളാകാം. ആ കളിയാക്കലിലൂടെ സംഭവിക്കുന്ന ഒരു അടിയായിരിക്കാം അങ്ങനെ നടന്നത്. അങ്ങനെയും ഒരു ചാൻസ് ഉണ്ട്. ആ അടിയെ അവർ രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള വലിയ സംഘർഷമായിട്ട് മാറാനും സാധ്യതയുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയത്തിൽ മുതിർന്ന നേതാവ് സംസാരിച്ചതായി ന്യൂസുകൾ കണ്ടു. ആ ന്യൂസുകൾ മുൻകൂട്ടി കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ ന്യൂസ് ഒന്ന് കയറി കാണുക. ആ ന്യൂസിൽ പറയുന്നത് ഇത്രയാണ്: കുട്ടികളുടെ കയ്യിലാണ് തെറ്റ്, കുട്ടികളാണ് തെറ്റുകാർ. കുട്ടികളാണോ അതോ മറ്റേ ആളാണോ തെറ്റുകാരെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കമൻറ്റ് ബോക്സാണ് തീരുമാനിക്കേണ്ടത്, കമൻറ്റുകളാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് എടുത്തിട്ട് കാണാൻ ശ്രമിക്കുക. പാലക്കാടിന് എന്നും ഈ ഒരു കരോളിൻ്റെ ക്രിസ്മസ് കരോൾ ഗാനത്തിനെതിരെ അടിച്ചു തകർത്ത നമ്മുടെ എതിർ പാർട്ടിയുടെ പേരിൽ അറിയപ്പെടുന്നതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.